דן אלכסנדר, ואני אסיר בשבי החמאס יותר מ-420 לראש הממשלה, בנימין נתניהו. אני שמעתי אותך לדבר עם עם ישראל בחדשות, ואני מאוכזב מאוד. אני שמעתי שאתה מוכן להעניק למי שמסגיר אותנו $5 מיליון אם הוא הביא אותנו חי לעם ישראל. ראש ממשלה אמור להגן על האזרחים ועל החיילים שלו, ואתה הפקרת אותם. השומרים שלנו הודיעו לנו על ההנחיות החדשות שהם קיבלו ברגע שכוחות צה"ל התקרבו למקומנו. הפחד שלנו עכשיו בשיאו. My name is Adi Alexander. I am the father of Idan Alexander, a 20-year-old American Israeli who has been held hostage in Gaza for 422 agonizing days. Today, I am speaking not just the father, but the voice of my son and the other 101 hostages whose lives hang in the balance. I stand here after seeing my son alive for the first time in over a year, thanks to this propaganda video released by Hamas. It gave us silver hope, but also reignite the urgency of our plea. Time is running out. Idan is 20-year-old. He's a swimmer, a scout, New York Knicks fan, and above all, an American citizen. Every day in captivity is an eternity of suffering for him and every hostage, both physically and emotionally. ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ച ബന്ദി വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദിയിൽപ്പെട്ട അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ശബ്ദ സന്ദേശമായിട്ട് തന്നെ പുറത്തിറങ്ങിയത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും ജോ ബൈഡനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും അപേക്ഷിക്കുന്ന ഒരുപാട് വികാര നിർഭരമായിരിക്കുന്ന രംഗമാണ്. താൻ ഈ ഹമാസിന്റെ കൈവശത്തിലായിട്ട് ഏകദേശം 13 മാസമായി തങ്ങളെ മറക്കരുതെന്നും ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ ഇടപെടൽ നടത്തണമെന്നും തങ്ങളുടെ അവസ്ഥകൾ ആരോഗ്യപരമായിരിക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാനസികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ സങ്കീർണമാണ് എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് 2-3 വിഷയങ്ങളാണ് ഇസ്രായേലിന്റെ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലക്കുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബന്ദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്തൊന്നും സർക്കാർ ഇടപെടുന്നില്ല എന്നൊക്കെ പരാമർശിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ പുറത്തിറങ്ങിയതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് തൻ്റെ സങ്കടവും തൻ്റെ പ്രയാസവും പറഞ്ഞതോടുകൂടി 100-ലധികം ബന്ദികളുടെ ബന്ധുക്കൾ പുറത്തിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. അവർ പറയുന്ന കാര്യം, ബന്ദിമോചനം കരാർ വ്യവസ്ഥയിലൂടെ അല്ലാതെ മോചിപ്പിക്കാൻ സാധിക്കില്ല. 1 വർഷത്തോളം നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ സർക്കാർ രാജിവെച്ച് ഒഴിയുക, അതല്ലെങ്കിൽ കരാർ വ്യവസ്ഥ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഹമാസ് കാണുന്ന 1-2 കാര്യങ്ങൾ അവർ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഈ വീഡിയോ ഉപകരിക്കുന്നു എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചത് ഹമാസിന്റെ ആളുകൾ തന്നെ ആയിരിക്കും. അങ്ങനെ അല്ലാത്ത രീതിയിൽ ബന്ദികളുടെ വീഡിയോ എടുത്തുകൊണ്ട് പുറത്തൊരിക്കലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ 2-3 അഭിപ്രായങ്ങൾ ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അവർ പറയുന്നു, ഒരു പക്ഷേ ഈ ബന്ദികളൊന്നും ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ബന്ദികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിലെ ഹമാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സർക്കാർ IDF തുടരാൻ പാടില്ല, ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തണം എന്ന തരത്തിലുള്ള ഈ രീതികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ IDFന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അതോടൊപ്പം ബന്ദി തൻ്റെ ശബ്ദ സന്ദേശം വീഡിയോ സഹിതം പുറത്തിറങ്ങിയതോടുകൂടി ഇതൊന്നും തെറ്റായിരിക്കുന്ന കാര്യമാണ്, ബന്ദികൾ അവിടെ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ അവിടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഇവിടെ വീണ്ടും രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രതിസന്ധി തന്നെ ഉടലെടുക്കുകയാണ്. അപ്പം ഇനി അവരെ മോചിപ്പിക്കുക എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് 100 ബന്ദികളും ഒരേ സ്ഥലത്തല്ല, വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗങ്ങളുടെ കൈവശത്തിലും
വ്യത്യസ്ത സംഘടനകളുടെ കൈവശത്തിലും ആവാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. ഇതിനിടയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ലെബനാനിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഈജിപ്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ഇറാൻ്റെ കൈവശത്തിലാണ് ഉള്ളത് എന്നൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഇപ്പോൾ ബോധ്യമാവുകയാണ്. അപ്പോൾ 2-3 പ്രതിസന്ധി ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പരമപ്രധാനമായിരിക്കുന്ന ഹമാസിൻ്റെ 2 നേതാക്കൾ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ അങ്ങനെ തന്നെ സംഘശക്തിയായിട്ട് ആക്രമിക്കുന്നു എന്നത് ലോകത്തോട് ന്യായീകരണം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിന് സൃഷ്ടിക്കുകയാണ്. നേതാക്കന്മാർ നഷ്ടപ്പെട്ടതിന് ശേഷം നേതൃത്വമില്ലാത്ത പട തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികരെ നേരിടുന്നത് എന്നത് മറ്റൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ 7000-ഓളം ഫലസ്തീനികളെ ഇതിൻ്റെ ഇടയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും ഇസ്രായേലിൻ്റെ സൈന്യം ചോദ്യം ചെയ്തിരുന്നു. കാര്യമെന്ന് പറയുന്നത് എവിടെയാണ് ബന്ദികൾ ഉള്ളത് എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു ബന്ദിക്ക് $50,000 വീതം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചത്. നിങ്ങൾക്ക് സുരക്ഷിതത്വം തരും, അവരെവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വെളിപ്പെടുത്തുക, അത് രഹസ്യമായി സൂക്ഷിക്കും, ഒന്നുകിൽ അവരെ കാണിച്ചു തരിക, അല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുക. $50,000 വീതം ഒരു ഈ ബന്ദിക്ക് കണക്കാക്കിയിട്ട് നൽകും. അത് $5 ലക്ഷം വരെ എത്തും എന്നുള്ളൊരു അഭിപ്രായം അതിന് തുടർച്ചയായിട്ട് വന്നിരുന്നു. 50 നിന്നാണ് തുടങ്ങിയത്, അത് ഏകദേശം 5 ലക്ഷത്തോളം എത്തിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഇനിയും കൂടുമെന്നാണ്. മറ്റൊരു മീഡിയയിൽ പറയുന്ന അഭിപ്രായം $50 ലക്ഷം ആണ് ഉദ്ദേശിച്ചത് എന്ന തരത്തിലും പറയുന്നുണ്ട്. അത് സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും ഏതായിരുന്നാലും വലിയ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഹമാസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതും ഒരു പ്രതിസന്ധിയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്കായിരിക്കും ബന്ദികൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ അറിയുന്നവരെ അറിയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിരന്തരം നേതാക്കന്മാരെ കൊല ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ബന്ദികൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നു എന്ന തരത്തിലാണ്. ആരോഗ്യപരമായ രീതിയിൽ വലിയ വിഷയങ്ങളൊന്നും ഈ ബന്ദിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സന്ദേശത്തിൽ പറയുന്നില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നും കൂടി അതിൻ്റെ കൂടെ പറയുന്നു. വല്ലാത്ത ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. ആശങ്കയില്ല, ആശ്വാസമാണ് കുറച്ചെങ്കിലും തങ്ങൾക്കുള്ളത്. കാര്യമെന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ എന്ന തരത്തിലും സുരക്ഷിതമായ രീതിയിലാണ് അവിടെ നിൽക്കുന്നത് എന്ന തരത്തിലുമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യുദ്ധം നീണ്ടുപോകുന്നു. ഇപ്പോഴും ഈ ഗസയുടെ ഭാഗങ്ങളിൽ ആക്രമണം നടക്കുന്നു. ഓരോരോ ദിവസത്തിലും ആളുകൾ കൊല്ലപ്പെടുന്നു. പരിഹാരമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ ആശങ്ക യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ തന്നെ പ്രകടിപ്പിക്കുകയാണ്. ഇസ്രായേൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ഗവൺമെൻറ് എതിരെ തിരിഞ്ഞിരിക്കുന്നു. ഹമാസിൻ്റെ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ആശ്വാസം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് ഹമാസ് എന്ന് പറയുന്ന സ്ഥാപനം ഇല്ലാതാകും. പിന്നീട് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ ഗസയ്ക്ക് മേലെ അല്ലെങ്കിൽ പാലസ്തീന് മേലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കണക്ക് കൂട്ടി. പക്ഷേ വീണ്ടും അക്രമം തന്നെയാണ് ഉണ്ടായത്. അക്രമവും തിരിച്ചടികളും അത് തുടർച്ചയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നീടാണ് രണ്ടാമത്തെ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നത്. അതോടുകൂടി കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടി. കാര്യം ഒക്ടോബർ 7-ാം തീയതിയിലെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പങ്കാളിത്തം വഹിച്ച വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. യഹ്യ സിൻവാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങൾ ഇസ്രായേൽ നഗരത്തിൽ തന്നെ നടന്നു. പക്ഷെ അതുകൊണ്ട് പിന്നീട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിലുള്ള പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ ജനങ്ങളോട് മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടോ അല്ലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഊന്നിയ അന്താരാഷ്ട്ര മീഡിയ വാർത്തകൾ വെച്ചുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങൾക്ക് അല്ലെ ജൂത പൗരന്മാരെ അവരോട് മറന്നു പോകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഇടയിലൊക്കെ നടത്തിയതാണ്. അതൊന്നും ഒരു ഫലവും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫലസ്തീനിൽ നിന്ന് ഒരു ബന്ദി വരും. എന്നിട്ട് ആ ബന്ദി വീഡിയോ ചെയ്യും. അത് പുറത്തിറക്കുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അതിജീവിക്കാൻ വേണ്ടി എങ്ങനെ ഇസ്രായേലിന് സാധിക്കും എന്ന് തന്നെയാണ് ലോക മീഡിയകൾ ഉറ്റുനോക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. 20 വയസ്സെങ്ങാനാണ് പ്രായം എന്ന് പറയുന്നത്. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല. അദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളെ കൈ ഉയർത്ത്. അങ്ങനെ ആ സമയത്ത് ഒരു സന്ദേശം അമേരിക്കയിലേക്ക് കൂടി പോകുന്നുണ്ട്. കാരണം ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഇടയിലാണ് ഒരാൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനോട് അപേക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ
ഒരിക്കലും ഒരു പ്രസിഡന്റിന് അത് ആ ഭാഗം ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അത് ജോ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ഈ വിഷയത്തിൽ അടിയന്തരപരമായിരിക്കുന്ന നടപടി എടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന് പറഞ്ഞാൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നത് മാത്രമാണ്. പൊടുന്നനെ ഒരു സുപ്രഭാതത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പാർലമെന്റ് വിളിച്ചു കൂട്ടിക്കൊണ്ട് ലെബനാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് പ്രയാസമാണ് എന്ന് തോന്നിയാൽ, യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്തരം പൊടിക്കൈകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇസ്രായേൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഏറെക്കുറെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ മുൻപ് പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്ന് ഇപ്പോഴും പാലസ്തീൻ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള പിന്തുണ പാലസ്തീൻ രാജ്യത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ദ്വിരാഷ്ട്ര സമീപനം, സംവിധാനം, ഇതാണ് താനും താല്പര്യപ്പെടുന്നത് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ വിട്ടുകൊടുക്കുക, UN സഭ ഇതിലൊക്കെ മധ്യസ്ഥരായിട്ട് ഇടപെടൽ നടത്തുക, അങ്ങനെ ആ സമയത്ത് മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന തരത്തിൽ അവർ പറഞ്ഞു വെക്കുന്നു. ഏതായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് വീണ്ടും ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നതാണ് ഇന്ന് IDF ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇസ്രായേൽ സർക്കാരാണെങ്കിലും അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് തീർച്ചയായിരിക്കുന്ന കാര്യമാണ്.